ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് മലയാളികൾ. ഓണത്തിന് മുൻപുള്ള അവധി ദിവസമായതിനാൽ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കാണ് കടകളിലെങ്ങും. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയും തൃശ്ശൂരിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനും നമുക്കൊപ്പം ചേരും. ആദ്യം ജിബിനിലേക്ക് പോകാം. ജിബിൻ, ഈ പറഞ്ഞതുപോലെ ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ ഓണം ഇങ്ങ് എത്താൻ വേണ്ടി. ഉത്രാടത്തിനൊക്കെ മഴ കനക്കുമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒരുപക്ഷെ നേരത്തെ വാങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലാണോ മലയാളികൾ? എങ്ങനെയാണ് ഈ ഞായറാഴ്ച ദിവസം? കടകളിലൊക്കെ നല്ല തിരക്കാണോ? അത് തന്നെയാണ്. കാരണം ഓണത്തിന് മുൻപുള്ള അവസാന അവധി ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഒരു ഞായറാഴ്ച കൂടിയാണ്. നമ്മൾ ഈ നിൽക്കുന്നത് പഴവങ്ങാടിയിലുള്ള കച്ചവടങ്ങൾ, ഓണത്തിന് ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ഒരു തെരുവിലാണ്. ഇവിടെ ഈ ഓണത്തിൻ്റെ അവധി ദിവസമായത് മുൻപുള്ള അവസാന അവധി ദിവസമായതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പലതരത്തിലുള്ള സാധനങ്ങൾ, ഇവർക്ക് വസ്ത്രം മുതൽ പെൺകുട്ടികൾക്ക് ധരിക്കാനുള്ള വളകൾ, കമ്മൽ തുടങ്ങിയ സാധനങ്ങൾ, ബെഡ്ഷീറ്റ്, വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ചെറിയ പാത്രങ്ങൾ, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു തെരുവിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഒരുമിച്ച് തന്നെ, അതായത് വളരെ ചെറിയൊരു സമയം കൊണ്ട് മിതമായ വിലയ്ക്ക് ഒട്ടനവധി വസ്ത്രങ്ങൾ വാങ്ങാമെന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നത്. ചേച്ചി, അമ്മ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? 5 ദിവസമൊക്കെ വലിയ മോശമായിരുന്നു. ഇന്നതാ അങ്ങനെ പോലീസ് വരണം സാധനങ്ങളെ പറ്റിക്കൊണ്ട് പോകണം. കച്ചവടക്കാരുടെ കാര്യം വളരെ പ്രയാസമാണ്. ഇതാണ് ഓണം. കാരണം ഇനിയുള്ള ദിവസം മഴ ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. മഴയുണ്ട്, ഇന്നലെ മഴ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് പ്രത്യേക ഓർഡറാണ്. ഞങ്ങൾക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. CI പറയും പോലെ നമുക്ക് ഏതാണ്ട് ഒരുവിധം കളക്ടർ ആർഡറാണ് 3 ദിവസത്തേക്ക് ഇങ്ങോട്ട് 3-ാം തീയതി വരെയുള്ള കച്ചവടം. അമ്മയുടെ ഓണം എന്തായി? എൻ്റെ ഓണം നമ്മൾ വരുന്ന തുണികൾ വെക്കുന്ന ടോപ്പ്, പാൻറ്, പൈസ, പാവാട, നൈറ്റ്, ബർമട, ടർക്കി ഇതെല്ലാം വെക്കുകയാണ്. അങ്ങനെ പോകണം കഴിഞ്ഞാൽ. ആര്യ, ഇവിടെ ഏറ്റവും അധികം ഉള്ളത് വഴിയോര കച്ചവടക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ അടുത്തുള്ള 3 ദിവസത്തേക്ക് മാത്രമാണ് ഈ തെരുവുകളിൽ വസ്ത്രങ്ങളും അതുപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള ഒരു അനുവാദം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കിട്ടുന്ന ചെറിയ ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസമാണ് എങ്കിൽ പോലും അവർ ആ ദിവസം കൊണ്ട് മാക്സിമം വിൽപ്പന നടത്തി അവരുടെ ഓണം കൂടി അവർക്ക് ആഘോഷിക്കേണ്ടത്. അതിനുവേണ്ടി തയ്യാറാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് നിങ്ങളുടെ കച്ചവടങ്ങൾ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? എത്ര ദിവസമായി? 5 ദിവസം. സാധനങ്ങൾ പോകുന്നുണ്ടോ? നമ്മുടെ കേരള നാട്ടിൽ നിന്നുള്ള, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്കായി എത്തുന്നവര്, സാധനങ്ങൾ വിൽപ്പന നടത്താനായി എത്തുന്ന തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും അധികം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വിൽപ്പന നടത്തുന്നതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. ചേച്ചി, ഓണത്തിന് സാധനങ്ങൾ വാങ്ങാൻ എത്തിയതാണോ? ഓണത്തിന് സാധനങ്ങൾ വാങ്ങാനായി എത്തിയതാണോ? നേരത്തെ പറഞ്ഞതുപോലെ ഓണത്തിന്റെ തൊട്ടുമ്പോൾ അവധി ദിവസമായതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ല, പ്രത്യേകിച്ച് ഈ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന വിശ്വാസികളും ഇവിടെ സ്ഥലം കാണാനായി എത്തുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു തെരുവെന്ന് പറയുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലുള്ള പഴവങ്ങാടി തെരുവെന്ന് പറയുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് പൂർവാധികം ശക്തിയോടെ അത് ഒരുങ്ങിയിരിക്കുകയാണ്. ഒട്ടനവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് അവധി ദിവസമായതുകൊണ്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, തിരുവനന്തപുരത്ത് എന്തായാലും തകൃതിയായ ഓണാഘോഷത്തിനുള്ള ഷോപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ തെരുവോരത്ത് നിന്നുള്ള കാഴ്ചകൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം 10-10:30 ആകുന്നേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ ഇത്രയും അധികം ജനങ്ങൾ കടകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൃശ്ശൂരിലേക്ക് ഒന്ന് പോകാം. ശ്യാം പ്രസാദ് ഉത്തമനാണ് തൃശ്ശൂരിലെ ഓണവിശേഷങ്ങളും ഓണക്കാഴ്ചകളുമായി നമുക്കൊപ്പം ചെയ്തത്. ശ്യാം നിൽക്കുന്നത് എവിടെയാണ്? സമയം 10:30 ആയിട്ടേ ഉള്ളൂ. ഈ ഉത്രാടപ്പാച്ചിലൊക്കെ മഴ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങാനാണോ ആളുകൾ വരുന്നത്? ഞാനിപ്പോൾ ഉള്ളത് സപ്ലൈകോയുടെ ഫെയറിന് മുന്നിലാണ്. ഓണവിപണി ആര് കീഴടക്കിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും, ഇക്കുറി സപ്ലൈകോയുടെ ഫെയറുകൾ ഓണവിപണി കീഴടക്കിയെന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ വലിയ രീതിയിൽ തന്നെ വലിയ തിരക്കുകൾ ഈ സപ്ലൈകോയുടെ ഫെയറുകളിലുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം 17 കോടിയുടെ വിറ്റ് വരവാണ് സപ്ലൈകോ നേടിയത്. അങ്ങനെ സപ്ലൈകോയിൽ സാധനങ്ങളെല്ലാം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ സപ്ലൈകോയിൽ എത്തി സാധനങ്ങൾ വാങ്ങാൻ വരുന്നു. ഈ വെളിച്ചെണ്ണയ്ക്ക് പോലും 339 രൂപയാണ് ഈ സപ്ലൈകോയുടെ ഇവിടുത്തെ വില. അപ്പോൾ അങ്ങനെ വിലക്കുറവുമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഇക്കുറി ഓണത്തിൻ്റെ താരം ഒരുപക്ഷെ സപ്ലൈകോ കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിലവിൽ നമുക്ക് ഇവിടെ സപ്ലൈകോയിൽ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങാനെത്തിയ ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. ചേച്ചി സപ്ലൈകോയിൽ സാധനം വാങ്ങാൻ എത്തിയാണ്. ഇപ്രാവശ്യത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണമൊക്കെ അടിപൊളിയാണ്. സാധനത്തൊക്കെ വിലക്കുറവൊക്കെ ഉണ്ടോ? വില കുറവുണ്ട്. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്?
അടിപൊളി. അടിപൊളി. അപ്പൊ ഈ ഉത്രാടത്തിനൊക്കെ മഴയെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നത്. അതന്നെ, ഉത്തരാടത്ത് മഴയൊക്കെ പെയ്യുമ്പോ മേടിക്കാൻ വരാൻ പറ്റില്ലല്ലോ, അപ്പൊ അത് തന്നെ നേരത്തെ വന്ന് വാങ്ങിക്കാൻ വന്നു. വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയാ? ഇല്ലില്ല, വാങ്ങിക്കാൻ വന്നതാണ്. ഈ വെളിച്ചെണ്ണയൊക്കെ തീ വിലയല്ലേ? അതെ അതെ, തീ വലിയാണ്. എങ്ങനെ? ഇവിടെ കുറവാണ്. അതാണല്ലോ, ഒരു 150-ലും കൂടുതൽ രൂപ കുറവാണ് ഇവിടെ പുറത്തെത്തകളും. അപ്പോൾ ആൾക്കാർ അത് കാരണം എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണത്. ഈ സപ്ലൈക്കോയിലൊക്കെ വലിയ തിരക്കുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയ കാരണം തോന്നുന്നുണ്ട് കുറച്ചൊക്കെ ഒരു തിരക്ക് കുറവുണ്ട്. എന്തായാലും രാവിലെ ഈ സപ്ലൈക്കോയിൽ കച്ചവടം തുടങ്ങിയേ ഉള്ളൂ, എങ്കിൽ പോലും തിരക്കിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്രാവശ്യത്തെ ഓണം ഒരുപക്ഷെ ഈ സപ്ലൈക്കോ കൂടി കീഴടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ തോതിലുള്ളൊരു വിറ്റുവരവ് സപ്ലൈക്കോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ 29 വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 275 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. അതിൽ ഈ ഫെയറിൽ നിന്ന് മാത്രം ഏകദേശം 125 കോടിയുടെ വിറ്റുവരവൊക്കെ ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങ്. എല്ലാം വാങ്ങിയോ? അത് വന്നേളോ? വാങ്ങാൻ പോണു. എങ്ങനെയുണ്ട് പ്രാവശ്യം ഓണം? എങ്ങനെയുണ്ട് ഓണം? ഇന്ന് മഴയൊന്നും കാണാനില്ല, അപ്പൊ നല്ലതാന്ന് വിചാരിക്കുന്നു. മഴ മുന്നിൽ കണ്ടാണോ നേരത്തെ ഇറങ്ങി? അതെ അതെ അതെ, മഴയില്ലാത്തതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഇത് ഏത് ചാനലാ? മാതൃഭൂമി. അപ്പൊ ഞങ്ങള് ടിവിയിൽ വരുമോ? സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ശരി ശരി ശരി. എന്തായാലും സാധനങ്ങൾ വാങ്ങാൻ എത്തിയ ആളുകളും അവരുമൊക്കെ ഏറെ ആ സന്തോഷത്തിൽ തന്നെയാണ് ആര്യ ഉള്ളത്.